ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ മൊമെൻറ്റം. ഇന്ന് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഡിപ്രഷൻ പൊതുവേ ഒരുപാട് പേര് സാഡ്നെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ക്ലിനിക്കലി മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിനെ ടേം ചെയ്തിട്ടുള്ളത്. ഇത് പല ടൈപ്സ് ഉണ്ട്: പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, സീസണൽ എഫക്റ്റീവ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ഡിസ്തൈമിയ. ഡിപ്രഷൻ്റെ സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാഡ്നെസ്, അതായത് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇപ്പം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിഷമം, സാഡ്നെസ്. രണ്ടാമതായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ലോ മൂഡ്, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം, നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഡിപ്രഷൻ്റെ സൈനായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഇഷ്ടമില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പിന്നീടുള്ളൊരു സിംറ്റമാണ് സ്ലീപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഒന്നുകിൽ ഓവർ സ്ലീപ്പിംഗ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസോംനിയ, സ്ലീപ്പ്, ഉറക്കം തീരെ ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് വിശപ്പിൻ്റെ കാര്യത്തിലും, ഒന്നുകിൽ ഓവർ ഈറ്റിംഗ് ആവും, അല്ലെങ്കിൽ പിന്നെ വിശപ്പില്ലാത്തൊരവസ്ഥ. ഇത്തരം സിംറ്റംസ് സ്ഥിരമായിട്ട്, അതായത് ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്കുണ്ട്, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ടും ഒരു ഹെൽപ്പ് തേടേണ്ടതാണ്. അത് ചിലപ്പോൾ ഡിപ്രഷൻ്റെ ഒരു സൈനോ അല്ലെങ്കിൽ സിംറ്റമോ ആയിരിക്കാം. പിന്നെ ചില ഫീലിങ്സ് ഡിപ്രഷൻ്റെ സിംറ്റം ആയിട്ട് വരാറുണ്ട്. അതായത് ഹോപ്പ്ലെസ്നെസ്, ഒരു ജീവിതത്തിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഗിൽട്ട് തോന്നുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇന്ന കാര്യം പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വർത്ത്ലെസ്നെസ്, അതായത് എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒരാൾക്കും എന്നെക്കൊണ്ട് ഒരു ഉപകാരമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ള തോന്നലുകൾ. അതുപോലെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് ചില സമയങ്ങളിൽ ഹെഡ് ഏക്സ് പോലുള്ള ഇഷ്യൂസ് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് കാലം നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഗട്ട് ഇഷ്യൂസ്, സ്റ്റൊമക്ക് ഇഷ്യൂസ്, ചിലപ്പം പെയിൻ ആവാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ തോന്നുന്ന ഈ ലോ മൂഡ് അല്ലെങ്കിൽ ലോ എനർജീൻ്റെ കൂടെ ഇത്തരം ഇഷ്യൂസും കൂടെ വരാറുണ്ട്. പിന്നെ ഉള്ളത്, അതായത് സീരിയസ് ആയിട്ടുള്ള പിന്നെ ഒരു സൈന് അല്ലെങ്കിൽ സിംറ്റം എന്ന് പറയുന്നത് എന്താ പറയുക, സൂയിസൈഡൽ തോട്ട്സ് ആണ്. ഇത് നമ്മൾ ഡിപ്രഷൻ സിവിയർ ആകുമ്പം കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് സൂയിസൈഡൽ തോട്ട്സ്. സൂയിസൈഡിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുമുണ്ട്. ഇനി ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മേജർ ആയിട്ടുള്ള 5 കാരണങ്ങളിൽ ഒന്നാമത്തത് ബ്രെയിൻ കെമിസ്ട്രി തന്നെയാണ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ഡോപ്പമിൻ്റെ വേരിയേഷൻസ് ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനറ്റിക്സ് ആണ്. അതായത് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് ഇപ്പം ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മക്കൾക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ മൂന്നാമതായിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് ലൈഫ് ഇവൻറ്റ്സ് തന്നെയാണ്. ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ എന്താ പറയുക ലൈഫിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമൊരു കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെയുള്ള ഒരു കാരണം, നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ്. അതായത് നമ്മൾ ബെഡ് റിഡൺ ആവുക, അല്ലെങ്കിൽ ഒരുപാട് കാലം എന്താ പറയുക നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസറൊക്കെ പോലെയുള്ള മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പം അതും ഡിപ്രഷൻ ഒരു കാരണമായിട്ട് വരാറുണ്ട്. പിന്നെ അവസാനമായിട്ട് ചില ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇതിനൊരു ഘടകമായിട്ട് മാറാറുണ്ട്. അതായത് കറക്റ്റ് അല്ലാത്ത ഡയറ്റ്, സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് അല്ലാണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇതിനുള്ള ഒരു കോസായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിപ്രഷനും അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ കാരണങ്ങൾ പറഞ്ഞു. ഇനി അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇപ്പം ഡിപ്രഷൻ സിവിയർ ആണ്, നമുക്ക് നമ്മളെ ലൈഫിന് നമ്മുടെ കൺട്രോളിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് ഒരു ഹെൽപ്പ് തേടേണ്ടതാണ് ഏറ്റവും പ്രയർ ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ടോക്ക് ടു സമ്മൺ. അതായത് നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം നമ്മൾ തന്നെ പോയിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരുടെടുത്തെങ്കിലും, ഇപ്പോൾ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു റിലേറ്റീവ്സോ, നമുക്ക് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെടുത്ത് നമുക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് ലൈഫിൽ എന്ന് തുറന്ന് പറഞ്ഞിട്ട് അവരുടെ സഹായത്തോടു കൂടി നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഡയറ്റ്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ, നമ്മൾ ഉറക്കം ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.
പിന്നെ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ച് ഇരിക്കാണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്ന ഭയങ്കര ലോ ആയിട്ടുള്ള മൂഡാണ് ഡിപ്രഷൻ എന്ന് അറിയാം അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒറ്റക്ക് ഒരു റൂമിലാണ് നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നമ്മളെ ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇത്തരം അവസ്ഥകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഡിപ്രഷൻ ഫേസ് ചെയ്യുമ്പം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെറിയ ചെറിയ ജോലികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് നമ്മുടെ കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ, നമുക്ക് അതന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് തോന്നാറുണ്ട്. ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പ് അതുപോലും നമ്മൾക്ക് എന്താ പറയുക ഡിപ്രഷൻ എന്നുള്ള ഈ ഒരു ഡിസോർഡറിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തിരി മൈൻഡ്ഫുൾനെസ്, അതായത് യോഗ, മെഡിറ്റേഷൻ പോലുള്ള അത്തരം പ്രാക്ടീസസ് കൂടെ നമുക്ക് ഇതുപോലെയുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവുന്ന മൂഡ് റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴേലും ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞോ കണ്ടും കേട്ടൊക്കെ അറിവുള്ള കാര്യം മാത്രമല്ല, നമുക്ക് ചുറ്റുള്ള ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിളിന് ലോകത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഡിപ്രഷൻ. അപ്പം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരും തനിച്ചല്ല, നമുക്ക് ഹെൽപ്പ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇന്നത്തെ കാലത്ത്. പിന്നെ നമ്മളിത് അൺട്രീറ്റഡ് ആയിട്ട് വെക്കുമ്പം, പണ്ട് ഞാൻ 12th പഠിക്കുമ്പം ആ സമയത്ത് എനിക്കും സൈക്കോളജി പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ സൈക്കോളജി സാറ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനെ കുറിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മൾ ഡിപ്രഷനുള്ള ഒരാൾ ഫസ്റ്റ് സോഷ്യലി വിഡ്രോവൺ ആവും. അപ്പോൾ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടും. പിന്നെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടും. പിന്നെ നമ്മളെ പോസ്ചേഴ്സ് എന്താ പറയുക, മുറിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആൾ പിന്നെ പെട്ടെന്ന് നിൽക്കും, ഏതെങ്കിലും ഒരു പോസ്ചറിലാവും. ഒന്നുകിൽ ഇരിക്കുക കുറേ സമയത്തേക്ക്, പിന്നെ കിടക്കുക കുറേ സമയത്തേക്ക്, വീണ്ടും നിൽക്കുക കുറേ സമയത്തേക്ക്, അങ്ങനത്തെ രീതിയിലാവും. പിന്നെ ആ പോസ്ചേഴ്സ് മാറിയിട്ട് ഒറ്റ പോസ്ചറിലാവും, അതായത് കിടക്കുക എന്നുള്ളൊരു പോസ്ചർ അല്ലേ. അങ്ങനെ ഒരുപാട് നേരം കിടന്ന് അല്ലെങ്കിൽ ഒരുപാട് കാലം അങ്ങനെ കിടക്കുമ്പോൾ, നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് മേലെ റൂഫിൽ എന്താ കാണുക, ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വരുന്ന തോട്ടാണ് അതിൽ കയറി ഒന്ന് തൂങ്ങിയാലോ എന്ന്. അപ്പം സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡ്, അതാണ് നമ്മുടെ ഡിപ്രഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് വെക്കുമ്പം, പെർസിസ്റ്റൻ്റ് ആയിട്ട് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടായിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ്റെ എൻഡ് സൂയിസൈഡിലാണ് അവസാനിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സയൻസും സിംറ്റംസും നിങ്ങൾക്ക് ചുറ്റുള്ള ആരില്ലെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കരുത്. ചിലപ്പോൾ നമുക്ക് സ്വയമേ തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക, പറ്റുമെങ്കിൽ ആരുടെടുത്തെങ്കിലും ഷെയർ ചെയ്യുക, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. സോ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.